ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായി ഘോഷയാത്ര അല്പസമയത്തിനകം പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. 26 പേരാണ് സംഘത്തിലുള്ളത്. പരമ്പരാഗത കാനനപാത വഴി മറ്റന്നാൾ ഘോഷയാത്ര ശബരിമലയിലെത്തും. മറ്റന്നാളാണ് മകരവിളക്ക്. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, ആ തിരുവാഭരണം ചൂടിയുള്ള ദീപാരാധന, മകരവിളക്ക് ഒക്കെ അയ്യപ്പ ഭക്തന്മാർ ആരാധനാപൂർവ്വം കാത്തിരിക്കുന്നു. അതിനിടയിൽ ഈ പോകുന്ന വഴിയിൽ 11 ഇടങ്ങളിൽ ഈ ആഭരണപ്പെട്ട് തുറന്നുള്ള ദർശനമുണ്ട്. എല്ലാവിധ ഒരുക്കങ്ങളും പൂർണ്ണമല്ലേ പ്രതീഷ്? ഹാഷ്മി, മകരസംക്രമ നാളിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണവുമായി ഘോഷയാത്ര അല്പസമയത്തിനകം പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പന്തളത്ത് പൂർത്തിയായിട്ടുണ്ട്. പന്തളം കൊട്ടാരത്തിലും പന്തളം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും ആ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. 1 മണിയോടുകൂടി തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെടും. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് പുറത്തുള്ള ദൃശ്യങ്ങളാണ്. അല്പസമയത്തിനകം തന്നെ പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള രാജപ്രതിനിധിയെ ഈ ക്ഷേത്രത്തിന് മുന്നിലേക്ക് ആനയിക്കും. അതിനുശേഷം ആചാരപരമായ ചടങ്ങുകളാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് പന്തളം കൊട്ടാരത്തിൽ നിന്ന് തിരുവാഭരണങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചത്. 12 മണി വരെ ഈ തിരുവാഭരണത്തിൽ ദർശനം നടത്താൻ ഭക്തർക്ക് സൗകര്യമൊരുക്കിയിരുന്നു. 12:45 തന്നെ ഈ ചടങ്ങുകൾ ആരംഭിക്കും. 3 പേടകങ്ങളാണ് തിരുവാഭരണ ഘോഷയാത്രയായി പോകുന്നത്. ആ പേടകങ്ങൾ ആചാരപരമായുള്ള പൂജാ ചടങ്ങുകളാണ് ഇനി ക്ഷേത്രത്തിൽ നടക്കാനുള്ളത്. ആ ചടങ്ങുകൾക്ക് ശേഷം ഈ തിരുവാഭരണ ഘോഷയാത്ര ഇവിടെ നിന്ന് പുറപ്പെടും. ആചാരപരമായ ചടങ്ങുകൾക്ക് പന്തളം വലിയ തമ്പുരാനാണ് നേതൃത്വം നൽകുന്നത്. 12:50 ചടങ്ങുകൾ ആരംഭിച്ച് 1 മണിയോടുകൂടി ഈ പേടകങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഈ യാത്ര ഇവിടെ നിന്ന് വിശ്വാസികളെ ആരാധനാപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുന്ന വളരെ സവിശേഷമായ ദിവസങ്ങളാണ് ശബരിമലയിൽ സന്നിധാനത്ത് ഇനി വരാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.